നാലിൽ തട്ടി കോൺഗ്രസ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അവശേഷിക്കുന്ന 4 സീറ്റുകളിൽ തർക്കം രൂക്ഷമാകുന്നു. പ്രശ്നപരിഹാരത്തിനായി വയനാട്ടിൽ ഷാനിമോൾ ഉസ്മാൻ, വടകര വിദ്യാ ബാലകൃഷ്ണൻ, ആലപ്പുഴ ടി സിദ്ദിഖ്, ആറ്റിങ്ങൽ അടൂർ പ്രകാശ് എന്ന പുതിയ ഫോർമുലയിൽ നാളെ ചർച്ച നടക്കും. എന്നാൽ ടി സിദ്ദിഖിന് വയനാട് നൽകണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എ ഗ്രൂപ്പ്. ഉമ്മൻചാണ്ടി കൂടി പങ്കെടുക്കുന്ന ചർച്ചയ്ക്ക് ശേഷം നാളെ പ്രഖ്യാപനമുണ്ടാകും. കേരള ഹൌസും മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വീടും കേന്ദ്രീകരിച്ച് ഒരു പകൽ നീണ്ട മാരത്തോൺ ചർച്ചയ്ക്ക് ശേഷവും 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളിൽ അന്തിമ തീരുമാനമായില്ല. ടെലിഫോൺ ചർച്ചയിൽ ഉമ്മൻചാണ്ടി വയനാട് ടി സിദ്ദിഖിന് നൽകണമെന്ന നിലപാടിൽ ഉറച്ചുനിന്നു. വയനാടില്ലെങ്കിൽ മത്സരിക്കില്ലെന്ന കടുംപിടുത്തത്തിലാണ് സിദ്ദിഖ്. എന്നാൽ വർഷങ്ങളായി കൈവശം വയ്ക്കുന്ന സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് ഐ ഗ്രൂപ്പ്. ഉമ്മൻചാണ്ടിയുടെ അഭാവത്തിൽ പ്രതിസന്ധി ഒഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് പുതിയ ഫോർമുലയുമായി നാളെ അന്തിമ ചർച്ച നിശ്ചയിച്ചത്. ഉമ്മൻചാണ്ടി രാവിലെ ഡൽഹിയിലെത്തും. നാളെ ചർച്ചയുണ്ടാവും, നാളെ ഫൈനലൈസ് ചെയ്യും. ഉമ്മൻചാണ്ടി ചർച്ചകൾ പങ്കെടുക്കുന്നത് ഉമ്മൻചാണ്ടി എല്ലാവരും ഇൻവോൾവ് ചെയ്യിക്കണമല്ലോ. എല്ലാവരും ഇൻവോൾവ് ചെയ്തിട്ട് പ്രോത്സാഹനമല്ലോ. യൂണിലാറ്ററായിട്ട് എടുക്കുന്ന തീരുമാനമല്ല, എല്ലാവരും കലക്റ്റീവായിട്ട് എടുക്കേണ്ട തീരുമാനമാണത്. തർക്കപരിഹാരത്തിനായി പുതിയ ഫോർമുല ഉരുത്തിരിഞ്ഞു. ടി സിദ്ദിഖ് ആലപ്പുഴ, വിദ്യാ ബാലകൃഷ്ണൻ വടകര, ഷാനിമോൾ ഉസ്മാൻ വയനാട്, അടൂർ പ്രകാശ് ആറ്റിങ്ങൽ എന്നതാണ് ഫോർമുല. ഇതിലൂടെ സാമുദായിക ഗ്രൂപ്പ് സമവാക്യങ്ങളും യുവ വനിതാ പ്രാതിനിധ്യവും ഉറപ്പിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. എ ഗ്രൂപ്പ് അയഞ്ഞാൽ മാത്രമേ ഫോർമുല വിജയിക്കൂ. UDF-ന് RMP പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതോടെ വടകരയിൽ സമ്മർദ്ദമുണ്ടെങ്കിലും മത്സരിക്കാനില്ലെന്ന് മുല്ലപ്പള്ളി കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയെ അറിയിച്ചു. വിജയസാധ്യത മാനദണ്ഡമാക്കി തുടങ്ങിയ ചർച്ചകളാണ് ഗ്രൂപ്പ് സമുദായ മാനദണ്ഡങ്ങളിൽ ഉടക്കി നിൽക്കുന്നത്. തർക്കപരിഹാരം നീളുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഇടപെടും. ഡൽഹിയിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. എറണാകുളത്ത് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ഇടഞ്ഞ KV തോമസ് ഹൈക്കമാൻഡ് ഇടപെടലിനെ തുടർന്ന് വെടിനിർത്തി. BJP-യിലേക്ക് പോകുന്നത് തന്റെ രാഷ്ട്രീയമല്ലെന്നും കോൺഗ്രസുകാരനായി തുടരുമെന്നും തോമസ്. എറണാകുളത്ത് പ്രചാരണത്തിനിറങ്ങും. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ സ്ഥാനാർത്ഥിത്വം, UDF കൺവീനർ, ACC സെക്രട്ടറി പദവികളിൽ 1 എന്നീ വാഗ്ദാനങ്ങളാണ് തോമസിന് മുന്നിൽ. ഒരിക്കലും ഞാൻ സ്വപ്നം പോലും കാണാത്ത ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദുഃഖകരമായ ഒരു ദിവസമാണിത്. കാരണം എന്നോട് ആരും ഒരു ചെറിയ സിഗ്നൽ പോലും എന്നോട് പറഞ്ഞു. സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെ പൊട്ടിത്തെറിച്ച KV തോമസ് ആയിരുന്നില്ല ഇന്ന്. സീറ്റ് പോയത് കഴിഞ്ഞ വിഷയം. കോൺഗ്രസുകാരനായി തന്നെ തുടരും. എറണാകുളമടക്കം എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണത്തിനിറങ്ങും. ഹൈബി എറണാകുളത്ത് വിജയിക്കുമെന്നതിൽ KV തോമസ് സംശയത്തിന് പോലും ഇടം നൽകുന്നില്ല. കോൺഗ്രസ് പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇപ്പോൾ രമേശ് മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ കാര്യത്തിൽ ചില കൺസേൺസ് പറഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി തന്നെ കോൺഗ്രസ് പ്രസിഡന്റ് പറയുമ്പോൾ തന്നെ അതിനേക്കാൾ ഒരു അംഗീകാരം ഒരു കോൺഗ്രസ് പ്രവർത്തകന് കിട്ടാനില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില ഘടകങ്ങൾ പരിഗണിച്ചാണ് KV തോമസിനെ ഒഴിവാക്കേണ്ടി വന്നതെന്നും അദ്ദേഹത്തിന്റെ സേവനം തുടർന്നും പാർട്ടിക്ക് വേണമെന്നും നേതാക്കൾ. KV തോമസ് സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോൺഗ്രസിന്റെ വിലപ്പെട്ട നേതാവായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സേവനത്തെ ഞങ്ങൾക്ക് ഭംഗിയായിട്ട് ഭാവിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയാണ് എനിക്കുള്ളത്. അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. പാർട്ടി അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ഇനിയും പാർട്ടി വിവിധ തലങ്ങളിലായി അത് പ്രയോജനപ്പെടുത്തും എന്നാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. പെട്ടെന്നുണ്ടായതല്ല KV തോമസിന്റെ നിലപാട് മാറ്റം. രാവിലെ രമേശ് ചെന്നിത്തല ഡൽഹിയിലെ വീട്ടിൽ കാണാനെത്തിയപ്പോൾ പൊട്ടിത്തെറിച്ചായിരുന്നു പ്രതികരണം. ഇപ്പോൾ എന്തിനീ നാടകമെന്ന് ചോദ്യം. അതിനുശേഷം അഹമ്മദ് പട്ടേൽ, മുകുൾ വാസ്നിക് എന്നിവരുമായി നടത്തിയ ചർച്ചയാണ് മഞ്ഞുരുക്കിയത്. ഹൈബി ജയിച്ചാൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം, UDF കൺവീനർ, ACC സെക്രട്ടറി പദവികളിൽ 1 എന്നീ വാഗ്ദാനങ്ങൾ അനുനയത്തിനായി ഹൈക്കമാൻഡ് KV തോമസിന് നൽകിയതായാണ് സൂചന. ഹൈക്കമാൻഡുമായുള്ള ചർച്ചകൾക്ക് ശേഷം രമേശ് ചെന്നിത്തലയെ വീണ്ടും കണ്ട ശേഷമാണ് KV തോമസ് നിലപാട് മാറ്റം പ്രഖ്യാപിച്ചത്. M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. ACC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ഇപ്പോൾ KV തോമസുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. വിവരങ്ങളുമായി M ഉണ്ണികൃഷ്ണൻ ദില്ലിയിൽ നിന്ന് ചേരുന്നു. ഉണ്ണി, തന്റെ കൺസേൺ താൻ സോണിയാഗാന്ധി അടക്കമുള്ളവരെ അറിയിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു KV തോമസ്. ആ കൺസേണുകളിൽ പ്രധാനമായും പരിഗണിക്കപ്പെടുന്നത് എന്ത് കാര്യമാണെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്? അപർണ, തീർച്ചയായും തന്റെ ആശങ്കകൾ സോണിയാഗാന്ധിയെയും നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. ആ ആശങ്കകൾ അവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകനായി തനിക്ക് അതിൽ വലിയ ആശ്വാസവും അഭിമാനവും ഉണ്ടെന്നാണ് KV തോമസ് പറഞ്ഞിരുന്നത്. അതിന്റെ തുടർച്ചയായുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. സോണിയാഗാന്ധി പ്രശ്നപരിഹാരത്തിനായി രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നു. രാഹുൽ ഗാന്ധിയാണ് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിനെ ചർച്ചകൾക്കായി ചുമതലപ്പെടുത്തിയിരുന്നത്. മുകുൾ വാസ്നിക് നേരത്തെ തന്നെ ടെലിഫോണിലൂടെ KV തോമസുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തെ പൂർണ്ണമായും
അനുനയിപ്പിച്ച് പാർട്ടിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനായുള്ള വാഗ്ദാനങ്ങൾ ഈ ഒരു കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വയ്ക്കപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നമ്മൾ ഇപ്പോൾ കണ്ട റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ 3 സാധ്യതകളാണ് കെ വി തോമസിന് മുൻപാകെ പരിഗണിക്കുന്നത്. ഒന്ന്, അദ്ദേഹത്തെ ഹൈബി ഈഡൻ MP ആവുകയാണെങ്കിൽ എറണാകുളം നിയോജക മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനായി സ്ഥാനാർത്ഥിത്വം നൽകുക എന്ന കാര്യം. മറ്റൊന്ന്, അദ്ദേഹത്തെ UDF കൺവീനറായി നിയമിക്കുക, അല്ലെങ്കിൽ AICC സെക്രട്ടറിയായി നിയമിക്കുക എന്നീ കാര്യം. ഈ 3 കാര്യങ്ങളിൽ വെച്ചായിരിക്കും ഈ ഒരു അനുനയ നീക്കം നടക്കുക. അദ്ദേഹം ഇതിനകം തന്നെ അനുനയ സ്വരത്തിൽ സംസാരിക്കുകയും വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് തുടർ ചർച്ചകളുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണുള്ളത്. അഹമ്മദ് പട്ടേൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളും ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് കെ വി തോമസുമായി നിരന്തര ചർച്ച നടത്തുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു, നേരത്തെയുള്ള കെ വി തോമസിന്റെ വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ അദ്ദേഹം കാര്യങ്ങൾ നേരത്തെ ഉള്ളതുപോലെ ഒരു കടുംപിടുത്തത്തിലേക്കില്ല, നിലപാട് മയപ്പെടുത്തുകയാണ്. ഉണ്ണികൃഷ്ണൻ വിശദാംശങ്ങൾ നൽകിയത്. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കാസർഗോഡ് DCCയിൽ ഉടലെടുത്ത പ്രശ്നം ഒത്തുതീർപ്പായി. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കം ഇടപെട്ടാണ് പ്രശ്നങ്ങൾ രമ്യതയിലെത്തിച്ചത്. പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാകുമെന്ന് എതിർശബ്ദമുയർത്തിയവർ വ്യക്തമാക്കി. ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ളയാളെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതിലും സുബ്ബയ്യ റേയ്ക്ക് സീറ്റ് നിഷേധിച്ചതിലും പ്രതിഷേധിച്ചാണ് DCC ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ രാജിഭീഷണിയുമായി രംഗത്തെത്തിയത്. DCC പ്രസിഡന്റിനെതിരെ ഉയർത്തിയ ആക്ഷേപങ്ങളിൽ പരിഹാരമുണ്ടാകുമെന്ന ഉറപ്പിനെ തുടർന്നാണ് ഇവരുടെ നിലപാടുമാറ്റം. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ സംസ്ഥാന നേതൃത്വം അതിൽ ഇടപെടുകയും ഞങ്ങളുടെ നേതാക്കളെയൊക്കെ ഇന്ന് വിളിച്ച് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാം, അതുകൊണ്ട് മുഴുവൻ ആളുകളും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന് വേണ്ടി രംഗത്തിറങ്ങണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടിരുന്ന സുബ്ബയ്യ റേയുമായി പാർട്ടി നേതാക്കൾ ബന്ധപ്പെട്ടു. പാർട്ടിയുമായി സഹകരിച്ചു പോകണമെന്ന് നേതൃത്വം സുബ്ബയ്യ റേയോട് നിർദ്ദേശിച്ചു. സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ നാളെ ഉച്ചയോടെ കാസർഗോഡെത്തും. പാർട്ടിയും മുന്നണിയും ഒറ്റക്കെട്ടായി പ്രചരണ രംഗത്ത് മുന്നോട്ട് പോകുമെന്ന് ഉണ്ണിത്താൻ. ഇതൊരു ഒറ്റപ്പെട്ട ശബ്ദമാണ്. സുബ്ബറായി അവിടെ സീറ്റ് മോഹിച്ചിരുന്നു, കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ചില ആളുകൾ അദ്ദേഹത്തിന് വാഗ്ദാനം നൽകിയിരുന്നു. സ്വാഭാവികമായി പ്രതീക്ഷിച്ച ഒരെണ്ണം കൈവിട്ടു പോകുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു നിരാശ, ആ നിരാശയിൽ നിന്നൊരു പ്രതികരണമായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമായതോടെ വരും ദിവസങ്ങളിൽ പ്രചരണം സജീവമാക്കാമെന്ന പ്രതീക്ഷയിലാണ് UDF. ന്യൂസ് 18 കാസർഗോഡ്. കോൺഗ്രസിൽ ലോക്സഭാ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കലാപമാണ് നടക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. നേതൃത്വമില്ലാത്ത അവസ്ഥയിലാണ് കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസ്. BJPയിലേക്ക് ആളെ ചേർക്കുന്ന റിക്രൂട്ടിംഗ് ഏജൻസിയായി കോൺഗ്രസ് മാറി. കൈപ്പത്തി കിട്ടാത്തതുകൊണ്ടാണ് PJ ജോസഫ് ഇപ്പോൾ ഉരുണ്ടുകളിക്കുന്നത്. ജോസഫിന് കേരള രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന എല്ലാ മതിപ്പും പോയെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. രാഷ്ട്രീയമായും സംഘടനാപരമായും UDF തകർച്ചയെ നേരിടുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നടക്കുന്ന സംഭവം. കൂടുതൽ ആളുകളെ BJPയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയായിട്ടാണ് AICC ആഫീസും KPCC ആഫീസും ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ജയിക്കാൻ വേണ്ടി ഒരു സീറ്റിലും കേരളത്തിൽ BJPയിൽ ഒരാളും സീറ്റ് ചോദിക്കുന്നില്ല. അവർക്ക് തൽക്കാലം ഒരു പൈസ കിട്ടും. ആ പൈസയ്ക്ക് വേണ്ടി സ്ഥാനാർത്ഥിയാവണമെന്നുള്ളത് മാത്രമേ BJPയിലുള്ള പ്രശ്നത്തിന് അടിസ്ഥാനമായിട്ടുള്ളൂ. ജയിക്കാൻ വേണ്ടി ആരും സീറ്റ് ചോദിക്കുന്നില്ല BJP. കോൺഗ്രസിനകത്തുള്ള എതിർപ്പ് കാരണം ആണ് അദ്ദേഹം മത്സരിക്കാതായത്. അല്ലെങ്കിൽ ജോസഫ് കൈപ്പത്തി ചിഹ്നത്തിലും മത്സരിക്കാൻ തയ്യാറായിരുന്നു. ഇപ്പോഴും സീറ്റ് കിട്ടാതെ വന്നതുകൊണ്ട് ഞാൻ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞ് തടിതപ്പാനാണ് ജോസഫ് ശ്രമിക്കുന്നത്. ഏതായാലും ജോസഫിനെ കുറിച്ചുള്ള കേരള രാഷ്ട്രീയത്തിലുള്ള എല്ലാ മതിപ്പും നഷ്ടപ്പെടുത്തി എന്നതാണ് ജോസഫിന് സംഭവിച്ചിട്ടുള്ള കാര്യം. വടകരയിൽ UDFന് നിരുപാധിക പിന്തുണയുമായി RMP. P. ജയരാജൻ LDF സ്ഥാനാർത്ഥിയായെത്തിയ സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് RMP സംസ്ഥാന സെക്രട്ടറി N. വേണു പറഞ്ഞു. എന്നാൽ RMP എല്ലാ കാലത്തും UDFന്റെ B ടീമാണെന്നാണ് CPMന്റെ പ്രതികരണം. ACC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. In Kerala, Professor KV Thomas is our senior colleague. He has served the party. He has served as a party representative in government for many years with great distinction. And there will be many other opportunities in different capacities. Professor Thomas will still be continuing to contribute in strengthening the party organization at various levels. And we are proud as a party to have a colleague as Professor KV Thomas, who has devoted his entire life in not only protecting the principles and the ideology of the Congress party, but also to strengthen it at various levels. Today I came here because we really appreciate his contribution, and we look forward for his active participation in the elections which in the next few days we are going to have.
he is the only one sitting MP who has been dropped from the list, and also he has not been informed in prior. That is the issue he has raised in his Rede. See, this is in no way a reflection in any kind. When we take as a party decisions about the candidates for the Lok Sabha or Vidhan Sabha, there are various things which go into the consideration. And like I have said, the party values his contribution and we have highest regards for the services which he has rendered in government and in the party. So I'm very confident that all of us together will make a difference and see that Kerala contributes immensely in throwing out the BJP government, the NDA government led by Mr. Modi, and we are able to come back to power at the center. Okay? Any other post like? Thank you. കെ വി തോമസിനൊപ്പം മാധ്യമങ്ങളെ കാണുകയായിരുന്നു SSC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്. കേരളത്തിന്റെ ചുമതലയുള്ള അദ്ദേഹം ആവർത്തിച്ചത് അഭിപ്രായ ഭിന്നതകളെല്ലാം മാറിയിരിക്കുന്നു. ഇത് താൽക്കാലികമായി ഉണ്ടാകുന്ന അഭിപ്രായ ഭിന്നതകൾ മാത്രമാണ്. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നാണ് അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാൻ കഴിയില്ല. എന്നാലും എനിക്ക് പാർട്ടി ലീഡർഷിപ്പിനോട് വലിയ നന്ദിയും കടപ്പാടുമുണ്ട്. UPA ചെയർപേഴ്സൺ സോണിയാഗാന്ധി, അതുപോലെ തന്നെ കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽജിയും എന്നിൽ അർപ്പിച്ചിട്ടുള്ള എല്ലാ വിശ്വാസങ്ങൾക്കും അവരോട് നന്ദിയുണ്ട്. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി മുൻകാലങ്ങളിൽ ഞാൻ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നു അതുപോലെ തന്നെ അതിനേക്കാൾ ശക്തമായി ഞാൻ പ്രവർത്തിക്കുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിരിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞിട്ട് ഇന്നലെ എനിക്കൊരു ഞാൻ മനുഷ്യനായതുകൊണ്ട് ചില വികാരങ്ങൾ വരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ സിറ്റിംഗ് MP മാർക്കും കൊടുത്തതിന് ശേഷം എനിക്ക് നിഷേധിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ സ്വാഭാവികമായി ഉണ്ടാകുന്ന ന്യായമാണെന്ന് എൻ്റെ വിശ്വാസം. ഞാനത് റേസ് ചെയ്തത് പാർട്ടി മനസ്സിലാക്കി. ഈ സീറ്റ് ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ആ വിഷയം അവിടെ ചർച്ച ചെയ്യപ്പെട്ടു എന്നാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നെ ഇന്നലെ രാത്രി മൻമോഹൻ സിംഗ് വിളിച്ചിരുന്നു. എന്നെ കാണണമെന്ന് അഹമ്മദ് പട്ടേൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചാർജുള്ള ജനറൽ സെക്രട്ടറി ഇവിടെ വാസനയ്ക്ക് വന്നിരിക്കുന്നു. മറ്റ് ലീഡേഴ്സുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും പാർട്ടിക്ക് ഒരു വിധത്തിലും ഒരു പോറൽ വരുന്ന സമയം ഇതിനു മുമ്പ് എനിക്കുണ്ടായിട്ടില്ല. എനിക്ക് ഇതിനു മുമ്പ് പലപ്പോഴൊക്കെ ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ പാർട്ടിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞാൻ പാർട്ടിക്കാരനെന്ന നിലയിൽ ഞാൻ എന്നും ചിരസാവഹിക്കും. പക്ഷേ ഞാൻ ഇന്ന് എന്തെങ്കിലും ആണെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിക്ക്. മാഷിനും പാർട്ടി ജനറൽ സെക്രട്ടറി പദവിയാണ് നൽകിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെ എന്തെങ്കിലും എന്നോടൊന്നും അത് തീരുമാനിക്കുന്നത് കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയും കൂടി തന്നെയാണ്. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരവാകുന്നില്ലല്ലോ. എന്തുകൊണ്ട് ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതിന് ഉത്തരവാദിത്വം അതിന് ഞാനല്ലോ മറുപടി പറയേണ്ടത്. അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇപ്പോൾ കോൺഗ്രസ് ഇവിടെ ജനറൽ സെക്രട്ടറി തന്നെ വന്ന് ടാർഗറ്റ് ജനറൽ സെക്രട്ടറി തന്നെ വന്ന് അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ദില്ലിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തന്നെയാണോ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും ഞാൻ അത് ഡൽഹിയിലുണ്ടാകും, കേരളത്തിലുണ്ടാകും, എൻ്റെ കൊച്ചു ഗ്രാമത്തിലുണ്ടാകും. എല്ലായിടത്തും ഞാൻ പണ്ടെങ്ങനെ പ്രവർത്തിച്ചിരുന്നു അതേ ശൈലിയിൽ അതേ ശക്തിയോടുകൂടി ഞാൻ പ്രവർത്തിക്കുന്നു. ഇന്നലെ വൈകാരികമായി നേരത്തെ ഇന്നലെ ഉണ്ടായിരുന്ന ആ പ്രശ്നങ്ങൾ നേതൃത്വം മനസ്സിലാക്കി, അതുപോലെ തന്നെ മാഷിന്റെ പ്രശ്നങ്ങൾ നേതൃത്വം തിരിച്ചു മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതെ, തീർച്ചയായിട്ടും അതാണ് പാർട്ടി മനുഷ്യർ. നമ്മുടെ വീടുകളിൽ തന്നെ ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തന്നെ തർക്കം ഉണ്ടാകും, മക്കളും മാതാപിതാക്കളും. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ സെറ്റിൽ ചെയ്യാനല്ലേ പറ്റത്തില്ല, വേറെ മാർഗങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നലത്തെ ഒരു വൈകാരിക പ്രകടനം മാത്രമായിരുന്നു. അത് സ്വാഭാവികമായിട്ട് ആർക്കും ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് അല്ലേ, ആർക്കാണെങ്കിലും. കാരണം 8 സിറ്റിംഗ് MP ഞാൻ മാത്രം മാറ്റി നിർത്തപ്പെട്ടു. അത് മാത്രമല്ല സിറ്റിംഗ് MP സീറ്റുണ്ട് എന്ന് പറയുകയും ഒക്കെ സാഹചര്യത്തിലാണ് എനിക്ക് സ്വാഭാവിക ഏത് മനുഷ്യർക്കും ഉണ്ടാകുന്ന ഒരു വികാരപ്രകടനം മാത്രമേ ഞാൻ നടത്തി. അതിനിടയിൽ BJP എന്നുള്ള ഫാക്ടർ എങ്ങനെയാണ്? അത് എൻ്റെ മനസ്സിലില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനൊരു കോൺഗ്രസ്സുകാരൻ. ഞാൻ ഇന്നലെ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറഞ്ഞു, ഞാൻ കുമ്പളങ്ങിയിൽ ജനിച്ച് 1968 7ാം വാർഡിൻ്റെ പ്രസിഡൻ്റായി എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി. DC പ്രസിഡൻ്റായി, KPC ട്രഷററായി, AICC മെമ്പറായി, MLA ആയി, MP ആയി, മന്ത്രിയായി ഒക്കെ പോയതെല്ലാം കോൺഗ്രസ് എന്ന നിലയിൽ. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു വികാരം എനിക്കില്ല. മാത്രമല്ല ഞാൻ ജനിച്ചു വീണ കുടുംബവും ഞങ്ങളുടെ ഗ്രാമവും ഒരു കോൺഗ്രസ് കുടുംബവും ഒരു കോൺഗ്രസ് ഗ്രാമവും. ഹൈബിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പങ്കെടുക്കാൻ ഞാൻ പറഞ്ഞില്ല, ഞാനുണ്ടാവും. ഹൈബി മാത്രമല്ല എല്ലാവരുടെയും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഞാനുണ്ടാവും, സജീവമായി തന്നെ. എന്താ സംശയം? എറണാകുളം എന്തോ വെല്ലുവിളിയായി ഒരു വെല്ലുവിളി അവിടെ ഒരു കാലത്തും
കോൺഗ്രസേതര ഒരു സ്ഥാനാർത്ഥിക്ക് വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. എറണാകുളത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് ഉറപ്പിക്കുന്നു KV തോമസ്. ഇന്നലെ നടത്തിയത് മനുഷ്യസഹജമായ വികാര പ്രകടനം മാത്രമാണ്. താൻ കോൺഗ്രസിൽ തന്നെ തുടരും. ഏത് പദവിയിലേക്കാണ് താൻ പോവുക എന്നുള്ളത് പറയേണ്ടത് ഹൈക്കമാൻഡാണ്. ഏത് ചുമതല ഏൽപ്പിച്ചാലും താൻ നിർവഹിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു. പ്രശ്നങ്ങൾ അവസാനിച്ചിരിക്കുന്നു എന്നുള്ള സൂചനയാണ് മുകുൾ വാസ്നിക്കും നേരത്തെ മാധ്യമങ്ങളോട്. വടകരയിലെ UDFന് നിരുപാധിക പിന്തുണയുമായി RMP. P. ജയരാജൻ LDF സ്ഥാനാർത്ഥിയായി എത്തിയ സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് RMP സംസ്ഥാന സെക്രട്ടറി N. വേണു പറഞ്ഞു. എന്നാൽ RMP എല്ലാ കാലത്തും UDFന്റെ B ടീമാണെന്നാണ് CPMന്റെ പ്രതികരണം. 4 സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പലപ്പോഴായി പറഞ്ഞെങ്കിലും അവസാന നിമിഷമാണ് പിന്മാറാനുള്ള തീരുമാനത്തിലേക്ക് RMP എത്തിയത്. P. ജയരാജനെ തോൽപ്പിക്കാൻ വടകരയിൽ UDFന് പിന്തുണയ്ക്കും. ജയരാജനെതിരെ വീടുകൾ കയറി പ്രചാരണം നടത്തും. UDFനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് ഇപ്പുറത്ത് ജയരാജനാണ് എന്നതുകൊണ്ടാണ്, ഒരു കൊലയാളിയാണ് എന്നതുകൊണ്ടാണ്. അത് മാത്രമാണ് ഞങ്ങളുടെ മുന്നിലുള്ള അജണ്ട, ജയരാജനെ തോൽപ്പിക്കുക. അല്ലാതെ അത് UDFനോടുള്ള സമീപനത്തിന്റെ ഔദാര്യം കൊണ്ടല്ല, അവരോടുള്ള സമീപനം മാറിയതുകൊണ്ടല്ല. RMP സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. P. ജയരാജന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ മറ്റു രാഷ്ട്രീയ സാഹചര്യങ്ങൾ അപ്രസക്തമായെന്നും തോൽവി ഉറപ്പാക്കേണ്ട ബാധ്യത RMPക്കുണ്ടെന്നും N. വേണു പറഞ്ഞു. വടകരയിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചുകൊണ്ട് വടകരയിൽ ജയരാജന്റെ തോൽവി ഉറപ്പുവരുത്താൻ UDFന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനും മറ്റു മണ്ഡലങ്ങളിൽ അതത് മണ്ഡലം കമ്മിറ്റികൾ ആലോചിച്ച് അവിടെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് പിന്താങ്ങാൻ പറ്റുന്ന സ്ഥാനാർത്ഥികൾ ഏതാണോ അവർക്ക് വോട്ട് ചെയ്യണം. മറ്റിടങ്ങളിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് മണ്ഡലം കമ്മിറ്റികൾക്ക് തീരുമാനിക്കാം. RMP എല്ലാ കാലത്തും UDFന്റെ B ടീമാണെന്ന നിലപാടിലാണ് CPM. RMP UDFന്റെ ഒരു B ടീം തന്നെയാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും RMP UDFനെയാണ് സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ RMP UDFന് എതിരായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാലേ വാർത്തയാവും. UDFന് അനുകൂലമാണ് RMP എന്ന് പറഞ്ഞാൽ അതൊരു വാർത്തയല്ല, എതിരാണെന്ന് പറഞ്ഞാൽ ഒരു വാർത്തയായിരിക്കും. അപ്പോൾ അതൊരു പുതുമയുള്ള കാര്യമേ അല്ല. രൂപീകരണത്തിന് ശേഷം ഇതാദ്യമായാണ് RMP സ്ഥാനാർത്ഥിയെ നിർത്താതെ ഒരു മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ന്യൂസ് 18 വടകര. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് മേൽ മത്സരിക്കാൻ സമ്മർദ്ദമേറി. അമിത്ഷായുമായുള്ള ചർച്ചയ്ക്ക് ശേഷം തുഷാർ നിലപാട് അറിയിക്കും. BJP സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ നിർണായക ചർച്ച ഡൽഹിയിൽ തുടരുകയാണ്. MT രമേശും ശോഭാ സുരേന്ദ്രനും മത്സരിച്ചേക്കില്ല. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമോ എന്ന അനിശ്ചിതത്വമാണ് സ്ഥാനാർത്ഥി പട്ടിക വൈകിപ്പിക്കുന്നത്. അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ തുഷാർ നിലപാട് അറിയിക്കും. തുഷാർ പിന്മാറിയാൽ മത്സരിക്കില്ലെന്ന് BDJSന്റെ മറ്റ് 4 സ്ഥാനാർത്ഥികൾ അറിയിച്ചത് സമ്മർദ്ദമേറ്റിയിട്ടുണ്ട്. തൃശൂരിൽ തുഷാർ മത്സരിച്ചാൽ PS ശ്രീധരൻപിള്ളയോ K സുരേന്ദ്രനോ പത്തനംതിട്ടയിൽ നിന്ന് ജനവിധി തേടും. പാലക്കാടില്ലെങ്കിൽ മത്സരിക്കാനില്ലെന്ന് ശോഭാ സുരേന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. MT രമേശും മത്സരിച്ചേക്കില്ല. രമേശിന് ഉയർന്ന സംഘടനാ ചുമതല നൽകിയേക്കും. ആറ്റിങ്ങലിൽ PK കൃഷ്ണദാസും ആലപ്പുഴയിൽ KS രാധാകൃഷ്ണനുമാണ് പരിഗണനയിൽ. എറണാകുളത്ത് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും വ്യക്തമാക്കി. ഞാൻ എറണാകുളത്ത് നിൽക്കില്ല 100%. എനിക്ക് എന്റെ മണ്ഡലമല്ലേ ഉള്ളത്. എനിക്ക് എന്റെ മണ്ഡലം കിട്ടിയാൽ ഞാൻ മത്സരിക്കും, അല്ലെങ്കിൽ എനിക്ക് വേണ്ട. മലപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, കോഴിക്കോട് KP ശ്രീശൻ, വടകര CK സജീവൻ, കണ്ണൂർ CK പത്മനാഭൻ, കാസർഗോഡ് VK പ്രകാശ് ബാബു എന്നിവരുടെ പേരുകളിൽ ഏകദേശ ധാരണയായിട്ടുണ്ട്. ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച ശേഷം അന്തിമ സ്ഥാനാർത്ഥി പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് സമർപ്പിക്കും. KP അഭിലാഷ്, ന്യൂസ് 18 ഡൽഹി. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നതിനെതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും രംഗത്ത്. തുഷാർ മത്സരിക്കേണ്ടെന്ന നിലപാട് വെള്ളാപ്പള്ളി ആവർത്തിച്ചു. അതേസമയം CPI നേതാക്കൾ വെള്ളാപ്പള്ളിയുമായി കൂടിക്കാഴ്ച നടത്തി. മത്സരിക്കാനുള്ള സമ്മർദ്ദം തുഷാർ വെള്ളാപ്പള്ളിയുടെ മേൽ BJP ശക്തമാക്കുമ്പോഴാണ് നിലപാട് ആവർത്തിച്ച് വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയത്. തുഷാർ മത്സരിക്കേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. SNDP ഭാരവാഹിത്വത്തിൽ നിന്നും പുറത്തുപോയതിനു ശേഷമാകണം മത്സരിക്കുന്നത് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മത്സരിക്കാതിരിക്കുന്നത് നന്നായിരിക്കും എന്റെ വ്യക്തിപരമായ അഭിപ്രായം. തിരുവനന്തപുരത്തെ CPI സ്ഥാനാർത്ഥി കണിച്ചിക്കുളങ്ങരയിലെത്തി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി. ഭക്ഷ്യമന്ത്രി P. തിലോത്തമനൊപ്പമാണ് C. ദിവാകരൻ വെള്ളാപ്പള്ളിയെ കാണാനെത്തിയത്. തെരഞ്ഞെടുപ്പിന്റെ കാര്യമായിട്ട് ഇവിടെ വന്ന് തിലോത്തമനെ കാണണമെന്നുണ്ടായിരുന്നു. തിലോത്തമനെ കണ്ടിട്ട് പോണ വഴിക്ക് അദ്ദേഹം കൂടെ കണ്ടുപോകുന്നു, അത്രേ ഉള്ളൂ. കൂടിക്കാഴ്ച സൗഹൃദപരമായിരുന്നുവെന്നും ദിവാകരന്റെ വിജയം ഉറപ്പാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. ഒരു സമുദായ നേതാവെന്ന നിലയിലും ഒരു സുഹൃത്ത് എന്ന നിലയിലും എന്നോട് ഒന്ന് കാണുക, പറയുക എന്ന ഒരു മര്യാദ കാണിക്കാൻ വേണ്ടി അദ്ദേഹം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ന്യൂസ് 18 ആലപ്പുഴ.
കോട്ടയം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ ഇടഞ്ഞു നിൽക്കുന്ന പാർട്ടി വർക്കിംഗ് ചെയർമാൻ PJ ജോസഫിനെ സന്ദർശിച്ചു. തൊടുപുഴയിലെ ജോസഫിന്റെ വീട്ടിലെത്തിയായിരുന്നു സന്ദർശനം. ചാഴിക്കാടനായി കോട്ടയത്തെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും പ്രചാരണത്തിനെത്താമെന്ന് ജോസഫ് ഉറപ്പു നൽകി. തന്റെ കൂടെയുള്ളവരെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തരുതെന്നും ജോസഫ് നിർദ്ദേശിച്ചു. കേരള കോൺഗ്രസിലെ മഞ്ഞുരുകിയതായും ജോസഫ് പിന്തുണ നൽകിയെന്നും തോമസ് ചാഴിക്കാടനും പ്രതികരിച്ചു. ഇന്നലെയായിരുന്നു സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുന്നതായി ജോസഫ് പ്രഖ്യാപിച്ചത്.